ഇന്ന് രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി പോയപ്പോഴാ അറിയണം ഇന്ന് എക്സാം ആണെന്ന്. എല്ലാവരും കാര്യമായ പഠിത്തത്തിലാണ്. ഇവളൊക്കെ ശരിയായ പഠിത്തം. അതിന്റെ ഇടയിലും കുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന അരവിന്ദ്. ചോക്കോ ഫിൽസ് കഴിച്ചിട്ട് അങ്ങോട്ട് എക്സാമിന് പോവാന്ന് വിചാരിച്ച്. നമുക്കൊക്കെ ഉണ്ടാവും ഒരു ഫ്രണ്ട് ഏത് മയത്തും നമ്മളെ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്ന ഒരു കൂട്ടുകാരിയില്ലേ. ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറടിച്ച് കുത്തിരിക്കുക. ഏത് ക്ലാസ്സിലും ഫോൺ കളിക്കൽ ഇവക്ക് നിർബന്ധം. ആണെങ്കിലോ ഇന്ന് ഞങ്ങൾ മാമിനെ ചുരിദാറിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ കോളേജിന് പുറത്ത് നോക്കി കഴിഞ്ഞുള്ള വ്യൂ ആണിത്. എന്റെ മുഖത്തൊരു വിളിക്കാത്തൊരു അതിഥിയും വന്ന് അങ്ങനെ ഒരു ഡയറി മിൽക്ക് ഒക്കെ തിന്ന് ഓളെ തട്ടെടുത്ത് ഒരു മുസ്ലിം കുട്ടിയൊക്കെ ആക്കിയപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുന്ന ഒരു കൊറിയർ ഉണ്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ റൂമിലുള്ള ഒരു കുട്ടിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഈ കയ്യിൽ കാണുന്നത് ഞാൻ ഫിറ്റാക്കി എഴുതിയതാട്ടോ. പാസ് ആവണ്ടേ മച്ചു. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്ത് നമ്മളെ ലൊക്കേഷനിലെത്തി. അങ്ങനെ കേക്ക് ഒക്കെ വാങ്ങി സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഒരു ഫിറ്റ് ചെക്ക് ആയാലോ എന്ന് വിചാരിച്ച് അത് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓര് പറയണത് ഇവരെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡെസേർട്ട് ഫ്രീ ആയിട്ട് കഴിക്കാന്ന്. ഇന്റെ കുട്ടിക്ക് ഇല്ലാത്ത സ്നേഹമാണ് ഇത്താക്ക് എന്നോട്. അങ്ങനെ കേക്കെല്ലാം വാങ്ങി. അപ്പൊ ഓക്ക് കഴിഞ്ഞ വട്ടം ഒരു പരാതി ഉണ്ടായിരുന്നു, കഴിഞ്ഞ വട്ടത്തെ സ്കൈ ഷോട്ട് ഒന്നും ഓള് കണ്ടില്ല. അങ്ങനെ പിന്നെ ഓളെയും കൂട്ടി ഒരു ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് ഓരോ പ്ലാനൊക്കെ ഇട്ട് പിന്നെ നമ്മള് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത പ്ലാനിലേക്ക് പോയി. അങ്ങനെ ഓക്ക് ഒരു സർപ്രൈസ് കൊടുക്കാലോ എന്ന് വിചാരിച്ച് ഓളെ പുറത്തോട്ട് ടർഫിന് കളിക്കാനാ പറഞ്ഞിട്ട് കൊണ്ടുപോയി. അങ്ങനെ നല്ല കേക്കൊക്കെ കട്ട് ചെയ്തു. ഓക്ക് നല്ല ഹാപ്പി, ഭയങ്കര കരച്ചില്. ഓള് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ സ്കൈ ഷോട്ടൊക്കെ ഓള് വിചാരിച്ച പോലെ തന്നെ കഴിഞ്ഞ വട്ടത്തെ പരാതി മാറ്റി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടി അങ്ങോട്ട് ഗംഭീരാക്കി. അങ്ങനെ പിന്നെ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇട്ട് ഞങ്ങൾ KSRTC ബസ്സും പിടിച്ച് ഞങ്ങൾ ഇതാ നേരെ നാട്ടിൽ പോകണം. അപ്പൊ ഓക്കെ ബൈ.